വൈദിക സമ്മേളന തീരുമാനങ്ങൾ സ്വാഗതം ചെയ്ത് അൽമായ മുന്നേറ്റം. കല്ലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വൈദിക സമ്മേളന തീരുമാനങ്ങൾ അൽമായ മുന്നേറ്റം അതിരൂപത സമിതി സ്വാഗതം ചെയ്തു. വൈദിക സമ്മേളനത്തിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അദ്ദേഹത്തിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിയും അവതരിപ്പിച്ച സമവായ നിർദ്ദേശങ്ങൾ അൽമായ മുന്നേറ്റം ഇടവക പ്രതിനിധി സംഗമം സ്വാഗതം ചെയ്തു. നിലവിലുള്ള കൂരിയയെ പിൻവലിക്കും, വൈദികർക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കും, നവവൈദികർക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ അനുവാദം, നിയമവിരുദ്ധമായി മാർ ബോസ്കോ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ പിൻവലിക്കും, ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കും തുടങ്ങിയ തീരുമാനങ്ങൾ സമവായത്തിന്റെ ഭാഗമായി അംഗീകരിച്ചതായി അറിയുന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നാൽ ഞായറാഴ്ചകളിലും മറ്റു കടമുള്ള ദിവസങ്ങളിലും വൈകുന്നേരം ഒരു സിനഡ് 50-50 കുർബാന അംഗീകരിക്കാമെന്നുള്ള നിർദ്ദേശം വൈദികർ അംഗീകരിച്ചു. നിലവിൽ കേസുകൾ ഉള്ളിടത്ത് കേസുകൾ പിൻവലിച്ചാൽ മാത്രമേ സിനഡ് കുർബാന നടത്തുവെന്നും തീരുമാനമായിട്ടുണ്ട്. വൈദിക സമ്മേളനത്തിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംബ്ലാനിയും നേതൃത്വം നൽകി. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ നാട്ടിലുള്ള എത്തിച്ചേരാൻ കഴിയുന്ന മുഴുവൻ വൈദികരും പങ്കെടുത്തു. ചൂടേറിയ ചർച്ചകൾക്ക് ശേഷമാണ് പല കാര്യങ്ങൾക്കും തീരുമാനമായതെന്ന് അറിയുന്നു. വൈദികർക്ക് പൂർണ്ണ പിന്തുണയുമായി അൽമായ മുന്നേറ്റം ഇടവക പ്രതിനിധികൾ പാലാരിവട്ടം സെയിന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ യോഗം ചേർന്നു. യോഗത്തിൽ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള 1000-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു.